1997 ജനുവരി 24 ഞാൻ ഈ പാട്ട് എഴുതിയത്. പത്തനംതിട്ടയിലെ റോയൽ ഓഡിറ്റോറിയത്തിൽ ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥൻ. അവിടെ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ഞാൻ കോന്നി താമസിക്കായിരുന്നു. അന്ന് കൺവെൻഷൻ വന്നപ്പോൾ അന്ന് ഞാൻ നാഗ്പൂരിൽ മിഷണറി ആയിട്ട് പോയിരിക്കുന്ന സമയമാണ്. വർഷത്തിലൊരിക്കൽ ഇതുപോലെ 2-3 കൺവെൻഷനൊക്കെ വരും. എനിക്ക് കോന്നിയിലാണ് താമസം. അവിടുത്തെ എൻ്റെ വളരെ സ്നേഹിക്കുന്ന, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഒരുപാട് പ്രായമുണ്ട്, ശ്രീ KJ ചെറിയാൻ അവർകൾ, അദ്ദേഹം പറഞ്ഞു അവിടെ താമസിക്കാം. മാർത്തോമ സഭക്കാരനാണ്. ഞാനവിടെ താമസിച്ചു. എല്ലാ ദിവസവും എന്നെ കൺവെൻഷന് കൊണ്ടുവരും, പ്രസംഗിക്കും, പോകും. ഒരു രാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് ഒന്നും ഉറക്കം വരുന്നില്ല. എന്താ കാര്യമൊന്നും അറിയത്തില്ല, ഉറക്കം വരുന്നേയില്ല. ഞാൻ എഴുന്നേറ്റു, പിന്നെയും കിടന്നു, പിന്നെയും എഴുന്നേറ്റു. അന്ന് ഞാൻ തോമസ് വാക്കറിൻ്റെ വാക്കർ സാഹിബിൻ്റെ പ്രസംഗങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇതുപോലെ എബനേസർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അത് ഞാൻ വായിച്ചു, അടച്ചു വെച്ചു. അത് ചെറിയൊരു ചാപ്റ്ററാണ്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ ആലോചിച്ചു. 1991 എൻ്റെ വിവാഹം കഴിഞ്ഞു. 93 ഞങ്ങൾ ഒരുമിച്ച് നാഗ്പൂരിലേക്ക് പോയി. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് മുറിവുകൾ, ഹൃദയത്തിൽ ഒരുപാട് വേദനകൾ, ഇതെല്ലാം മനസ്സിൽ കൂടെ കടന്നു വന്നു. രാത്രിയിലാണ് ഇതെല്ലാം നമുക്ക് പലപ്പോഴും ഓർമ്മ വരുന്നത്. ഞാൻ വേദപുസ്തകത്തിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ഹാഗർ. അതിന് ചില കാരണങ്ങളുണ്ട്, ഇപ്പോൾ പറയാൻ സമയമില്ല. അങ്ങനെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന വരികളാണ് ഈ എല്ലാ വരികളും. അപ്പം തന്നെ എഴുതി, ട്യൂൺ ചെയ്തതും ഞാൻ തന്നെയാണ്. പാട്ട് അപ്പം തന്നെ എഴുതി. പിറ്റേ ദിവസം റോയൽ ഓഡിറ്റോറിയത്തിൽ ഈ പാട്ട് ഞാൻ പാടി കേൾപ്പിച്ചു, അവരെ പഠിപ്പിച്ചു. അതിൻ്റെ ഉടമസ്ഥനോട് ഇരിപ്പുണ്ട്. ആദ്യമായിട്ട് അവിടെയാണ് ഞാൻ ആ പാട്ട് പാടിയത്. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. എല്ലാവർക്കും കരങ്ങളെ അടിച്ച് ഈ ഗാനം പാടാം. എല്ലാവർക്കും കരങ്ങളെ അടിച്ച് ഗായകത്തോടൊപ്പം ഒന്നിച്ച് ഈ ഗാനം പാടും.